ഇന്ന് നമ്മൾ ചെയ്യുന്നത് 7th സ്റ്റാൻഡേർഡിലെ പേജ് 22 കണക്കാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കാണിച്ചിരിക്കുന്ന ത്രികോണം വരക്കുക. ത്രികോണം ഇവിടെ 40 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ 60 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ അളവും കൊടുത്തിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അളവ് കിട്ടിയാൽ ത്രികോണം എളുപ്പത്തിൽ വരക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 40 ഇവിടെ 60 എന്ന് പറഞ്ഞിട്ടുണ്ട്. 40ഉം 60ഉം 100. അപ്പോൾ ഇവിടെ 80 ത്രികോണത്തിലെ 3 കോണുകളുടെ അളവ് 150 അപ്പോൾ ഇവിടെ 80 ഒന്ന് വരച്ചു നോക്കാം. ആദ്യം 5 സെൻറ്റിമീറ്ററിൽ ഒരു വര വരക്കുന്നു. അവിടെ നമ്മൾ 40 ഡിഗ്രി, ഈ കോണ് 40 ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട്. 40 ഡിഗ്രി അളന്നെടുക്കുന്നു. അവിടത്തേക്ക് വരക്കുക. 40 ഡിഗ്രി, ഇത് 40 ഡിഗ്രി, ഇത് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ കോണ് 80 ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 80 ഡിഗ്രി. ഇപ്പോൾ പോയിന്റിലേക്ക് കൂട്ടി വരക്കുക. ഇവിടെ 60. രണ്ടാമത്തെ കണക്ക് നോക്കാം. ചിത്രത്തിൽ ചതുരത്തിനകത്ത് ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കുക. ചതുരമാണ്, ഇവിടുത്തെ അളവ് കൊടുത്തിട്ടുണ്ട്, ഇവിടുത്തെ അളവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ത്രികോണത്തിലെ അളവുകളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ചതുരത്തിൻ്റെ മൂലകളുടെ അളവ് 90 ഡിഗ്രിയാണ് നമുക്ക് അറിയാം. ഒന്നൊന്ന് വരച്ചു വെക്കാം. വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചതുരത്തിൻ്റെ 2 വശങ്ങൾ സമാന്തര രേഖകളായിരിക്കും. അപ്പോൾ ആ രേഖകളെ ഖണ്ഡിക്കുന്ന രേഖകളാണ് ഇത്. അതൊന്ന് നീട്ടി വരക്കാം. അപ്പോൾ ഇവിടെ 25, ഇവിടെ 40. അപ്പോൾ ഈ 2 സമാന്തര രേഖകൾ ഈ രേഖ ഖണ്ഡിക്കുന്നതാണ്. ഇവിടെ 40 ആകുമ്പോൾ നമുക്കറിയാം ഇവിടെയും 40 ആയിരിക്കും. അപ്പോൾ 25ഉം 40ഉം 65. അപ്പോൾ 150 3 കോണുകളുടെ തുക. അപ്പം 150 നിന്ന് 65 കുറച്ചാൽ എത്രയാണ്? 115. അതായിരിക്കും ഇവിടെ 115. അപ്പോൾ അടുത്ത ഏതാണ്? ഇവിടെ 115 ആണെങ്കിൽ ഇത് അവർ രേഖയിലുള്ള ജോഡിക്കോണാണ്. 115 ആണ്, ഇവിടെ എതിരായിരിക്കും 65 ആയിരിക്കും. പിന്നെ ഈ കോണ് എത്രയാണ്? ചതുരമാണ്, 90 ഡിഗ്രിയാണ്. ഇതും 90 ഡിഗ്രിയാണ്. അപ്പോൾ 25ഉം കഴിച്ച് ബാക്കി എത്രയായിരിക്കും? അവിടെയും 65 ആയിരിക്കും. ഇനി ഇവിടെ ഇതും 90 ഡിഗ്രി ആയിരിക്കുമല്ലോ, ചതുരമാണല്ലോ. അപ്പം 40ഉം കഴിച്ച് ഇവിടെ 50 ആയിരിക്കും. 65ഉം 65, 130ഉം 50ഉം 150. 3 കോണുകളുടെ തുക 150 ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ചിത്രത്തിലെ താഴത്തെയും മുകളിലെയും വരകൾ സമാന്തരമാണ്. താഴത്തെ ത്രികോണത്തിലെ 3-ാം കോണും മുകളിലെ ത്രികോണത്തിലെ എല്ലാ കോണുകളും കണക്കാക്കുക. അതായത് ഈ രേഖയും സമാന്തരമാണ്. ഇവിടെ അളവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെ കോണുകളും കണക്കാക്കണം, ഈ കോണും കണക്കാക്കണം. അപ്പോൾ സമാന്തര രേഖകളൊന്ന് നീട്ടി വരക്കാം. ആ സമാന്തര രേഖകളെ
ഖണ്ഡിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെയും അതേപോലെ ഇവിടെ 35, ഇവിടെ 45. അപ്പോൾ ഈ കോണിൻ്റെ അളവ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 35ഉം 45ഉം 80. 80ഉം കഴിച്ച് ഇത് 100 ആയിരിക്കും. ഇത് 100 ആണെങ്കിൽ ഇതിൻ്റെ എതിർ കോണാണിത്, ഇതും 100 ആയിരിക്കും. പിന്നെ ഇവിടെ 35, ഈ സമാന്തര രേഖകളെ ഈ രേഖ ഖണ്ഡിക്കുകയാണ്. അപ്പം ഇവിടെ 35 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 35 ആയിരിക്കും. അപ്പോൾ ഇവിടെ ബാക്കി കിട്ടിയല്ലോ 100ഉം 135ഉം കഴിച്ച് ഇവിടെ എത്രയായിരിക്കും? 45 ആയിരിക്കും. ഇനി അടുത്ത കണക്ക് നോക്കാം. ചിത്രത്തിൽ വലിയ ത്രികോണത്തിന് ഇടതും വലതും വശങ്ങൾ ചെറിയ ത്രികോണത്തിൻ്റെ ഇടതും വലതും വശങ്ങൾക്ക് സമാന്തരമാണ്. അതായത് ഈ രേഖയും സമാന്തരമാണ്. അതുപോലെ ഇതും സമാന്തരമാണ്. ഇവിടെ 60 ഡിഗ്രിയാണെന്നും ഇവിടെ 70 ഡിഗ്രിയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വരച്ചിട്ട് നോക്കാം. അപ്പോൾ ഈ രേഖകളെല്ലാം നമ്മൾ ഒന്ന് നീട്ടി വരയ്ക്കുക. ഇതും ഇത് സമാന്തര രേഖകളാണ്. അതുപോലെ ഇതും സമാന്തര രേഖകളാണ്. അപ്പോൾ ഓരോ കോണ് നോക്കാം. ഈ കോൺ എത്രയായിരിക്കും? ഇത് ഒരു രേഖയിലുള്ള കോണാണ്. അപ്പോൾ 60ഉം 70ഉം 130. 130ഉം കഴിച്ച് ഇത് 50 ആയിരിക്കും. പിന്നെ അടുത്തത് സമാന്തര രേഖകൾ നോക്കാം. ഇതും സമാന്തര രേഖകളാണ്. അപ്പോൾ ഇതിൻ്റെ എതിർവശത്ത് ഇവിടെ എത്രയായിരിക്കും? 50 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതും സമാന്തര രേഖകളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനെ ഖണ്ഡിക്കുന്നതാണ് ഇത്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയ എത്രയാണ്? 50ഉം 60ഉം 110. 110ഉം കഴിച്ച് ഇവിടെ എത്രയായിരിക്കും? 70 ആയിരിക്കും. അല്ല, ഇവിടെ 110 ആയിരിക്കും. ഇത് തന്നെയാണല്ലോ, 110 ആയിരിക്കും ഇവിടെ. ഈ കോണായിരിക്കുമല്ലോ ഇവിടെ വരുന്നത് 110. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 70 ആയിരിക്കും. അപ്പോൾ 70ഉം 60ഉം 130ഉം കഴിച്ച് ഇവിടെ എത്രയായിരിക്കും? 50. ഇനി അതേപോലെ ഈ വശം നോക്കാം. ഈ രണ്ട് സമാന്തര വരകളെ ഈ രേഖ ഖണ്ഡിക്കുകയാണ്. അപ്പോൾ ഇതാ ഈ രേഖയിലുള്ള കോണാണ് ഇത് മൊത്തം. അപ്പോൾ 70ഉം 50ഉം 120ഉം കഴിച്ച് ഇവിടെ 60 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ എതിർകോണമാണ് 60 ആയിരിക്കും. അപ്പോൾ അതേപോലെ ഈ രണ്ട് രേഖകളിലെ ഈ രേഖ ഖണ്ഡിക്കുകയാണ്. അപ്പോൾ 50ഉം 60ഉം 110. അത് തന്നെയായിരിക്കും ഇവിടെയും 110 ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇതേപോലെ ഇവിടെ 70. 50ഉം 70ഉം 120ഉം കഴിച്ച് ഇവിടെ 60 ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ സാമാന്തരികത്തിനകത്ത് ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കുക. ത്രികോണം വരച്ച് ഇവിടെയും അളവ് കൊടുത്തിട്ടുണ്ട്. നോക്കാം. അപ്പോൾ ഈ രേഖകളൊന്ന് നീട്ടി വരക്കാം നമുക്ക്. ഇത് രണ്ടും സമാന്തര വരകളാണ്. അതിനെ ഖണ്ഡിക്കുന്നതാണ് ഈ രേഖ, നമുക്കറിയാം. അതേപോലെ ഇതും. സാമാന്തരികത്തിൻ്റെ എതിർവശങ്ങളുടെ കോണുകൾ തുല്യമായിരിക്കും അറിയാം. അപ്പം ഇവിടെ 60ആണ്. അപ്പോൾ ഇവിടുത്തെ അളവ് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ 110 ആകുമ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 110 ആയിരിക്കും. അപ്പം ഇവിടെ 50 ആയിരിക്കും. പിന്നെ ഈ രണ്ട് സമാന്തര വരകളെ ഈ രേഖ ഖണ്ഡിക്കുകയാണ്. ഇവിടെ 30 ആകുമ്പം ഇവിടെയും 30 ആയിരിക്കും. അപ്പം 30ഉം 60ഉം ഈ കോണുകളുടെ കണ്ടുപിടിക്കാം. 30ഉം 60ഉം
90 കഴിച്ച് ഇവിടെ 90 ഇവിടെ 90 ഇതാ എതിർകോണ് 90. അതേപോലെ ഒരു രേഖയിലുള്ള ജോഡിക്കോണ് ഇവിടെയും 90 ഇവിടെയും 90 അപ്പോൾ 50ഉം 90ഉം 140. 140 കഴിച്ച് ഇവിടെ എത്രയായിരിക്കും? 40